അടുത്തതായി കൂടെ കേരളത്തിൽ പെന്തക്കോസ്തുകാർക്കെതിരെയുള്ള ഒരു ആക്രമണം ഞാനൊരു ന്യൂസിൽ കാണുകയുണ്ടായി. അത് കണ്ടിട്ട് അക്ഷരാർത്ഥത്തിൽ ഞാൻ സ്തംഭിച്ചുപോയി. ആ ഒരു ന്യൂസ് ഞാൻ നിങ്ങളെ കൂടെ കാണിച്ചു തരാം. ഇന്ത്യ പെന്തക്കോസ്ത് സഭയുടെ പത്തനംതിട്ട ജനറൽ ഹെഡ്ക്വാർട്ടേഴ്സിൽ അക്രമം. യാതൊരുവിധ സംശയവും വേണ്ട, പെന്തക്കോസ്ത് ദൈവമക്കൾക്കെതിരെ ഇങ്ങനൊരു അക്രമം നടക്കുന്നുണ്ടെങ്കിൽ 90% സാധ്യത ഇത് സംഘികളാകാനാണ്, അല്ലെങ്കിൽ സുഡാപ്പികൾ. അക്രമം നടത്തിയത് വേറെ ആരുമല്ല, സഭയിൽ നിന്ന് പുറത്താക്കപ്പെട്ടവർ തന്നെയാണ്. ഹെഡ്ക്വാർട്ടേഴ്സിന്റെ പൂട്ട് തകർത്തു. പൂട്ടിക്കിടന്ന മുറിയുടെ താക്കോൽ നൽകിയില്ലെങ്കിൽ പൊളിക്കുമെന്ന് ഭീഷണിയുണ്ടായിരുന്നു. ഹൈക്കോടതി ഉത്തരവുകൾ കാറ്റിൽ പറത്തിയാണ് എതിർവിഭാഗം ഈ പൂട്ട് തകർത്തത്. നമുക്കതിന്റെ ദൃശ്യങ്ങളൊന്ന് കാണാം. സമാധാനത്തോടുകൂടി ജീവിക്കാൻ പറയുന്ന മനുഷ്യർ തന്നെയാണ് ഇപ്പോൾ ഈ പൂട്ട് പൊട്ടിച്ച് അകത്തേക്ക് കയറിയിരിക്കുന്നത്. പെന്തക്കോസ്ത് ദൈവസഭയിലാണ് തമ്മിലടി എന്നുള്ളത്. ഇതൊക്കെ കണ്ടുകൊണ്ട് മുകളിൽ ഒരാൾ ഇരിപ്പുണ്ട്. CCTV ആണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇപ്പോൾ പ്രേക്ഷകർക്ക് ആ ദൃശ്യങ്ങൾ കാണാം. താഴ് തല്ലി പൊളിക്കുന്നു. ഇത് എതിർചേരിയാണ്. ഷിബു നെടുവേലിയുടെ നേതൃത്വത്തിലാണ് പൂട്ടുകൾ തകർത്തത്. കുറച്ച് ബുദ്ധിമുട്ടി, എന്നാലും ഇതൊക്കെ സഭയ്ക്ക് വേണ്ടിയാണല്ലോ എന്ന് ആശ്വസിക്കുമ്പോഴാണ് അങ്ങനെ ഒരു വിഭാഗം ഉള്ളിലേക്ക് കയറുന്നുണ്ട്. മറ്റൊരു വിഭാഗം ആ ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തുവിട്ടിട്ടുണ്ട്. എന്തായാലും ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് ആദ്യം ഓർമ്മ വരുന്നത്, കുറച്ച് നാൾ മുമ്പ് ഈ യാക്കോബായ ഓർത്തഡോക്സ് തമ്മിലടി നടക്കുന്ന സമയം, പള്ളിക്ക് വേണ്ടിയിട്ട് അവർ കോർട്ട് കേസ് കാര്യങ്ങളായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്ത് അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഏറ്റവും ആദ്യം അവരെ കളിയാക്കിക്കൊണ്ടിരുന്നത് ഈ പെന്തക്കോസ്തുകാരാണ്. സഹോദര സ്നേഹമില്ലാത്ത കുറേ വിശ്വാസികൾ, ഇവരൊക്കെയാണ് ദൈവനാമം പറയാനായിട്ട് നടക്കുന്നത്, എന്ത് ദൈവസഭയാണിത്, ഇതൊക്കെ പറഞ്ഞുകൊണ്ടായിരുന്നു ഏറ്റവും മുന്നിൽ അവരെ കളിയാക്കാനായിട്ട് ചാടി ഇറങ്ങിക്കൊണ്ടിരുന്ന ആൾക്കാരാണ് ഈ പെന്തക്കോസ്തുകാർ. ഈ പെന്തക്കോസ്റ്റൽ ഹീറോസൊക്കെ ഇപ്പം എന്ത് ചെയ്യുകയാണെന്നാണ് എനിക്ക് അറിയാത്തത്.